തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ നിൽക്കെ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ഒരു പ്രത്യേക ലേഖനത്തിലൂടെയാണ് UDFിനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. മരിച്ചവരെ പോക്കറ്റടിച്ചില്ലേ എന്നും മൃതദേഹത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നവരെ വിളിക്കുന്ന പേര് ആരെയും വിളിക്കരുതെന്ന നിർബന്ധം തനിക്കുണ്ടെന്നുമാണ് ലേഖനത്തിലെ വിമർശനം. മേപ്പാടിയിൽ വീട് നിർമ്മാണത്തിനുള്ള അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്നും നിന്ന നിൽപ്പിൽ കള്ളം പറഞ്ഞ് തടി തപ്പുന്നവരെ നുണയൻ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ആ ലേഖനത്തിലൂടെ ചോദിക്കുന്നു. സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ തർക്കമുണ്ടെങ്കിൽ പറയണമെന്നും അതിൽ സംവാദം തുടരാമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി സംവാദത്തിന് നിയമസഭയായിരുന്നു നല്ലതെന്നും ആ അവസരം പ്രതിപക്ഷം നഷ്ടപ്പെടുത്തിയെന്നും പരിഹസിച്ചു. അതേസമയം രാഹുലിൻ്റെ പാട്ടിനും ലേഖനത്തിൽ പരിഹാസമുണ്ട്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് UDF ഭരണകാലത്താണെന്നും സോണിയയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കാൻ അവസരം ഉണ്ടാക്കിയത് UDF കൺവീനർ ആണെന്നും മുഖ്യമന്ത്രി പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാൻ കോൺഗ്രസ് പാർട്ടി പിരിച്ച പണം എത്രയെന്നും ഏത് ബാങ്കിലാണ് ആ പണം ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറയാൻ മടിക്കുന്ന ചില പേരുകളും കാര്യങ്ങളും M സ്വരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വയനാട് ദുരന്തത്തിന് ഇരയായവരുടെ മൃതദേഹങ്ങൾ കാണിച്ച് പിരിച്ചെടുത്ത പണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മരിച്ചു കിടക്കുന്ന ആളുകളിൽ നിന്നും അബോധാവസ്ഥയിൽ ഉള്ളവരിൽ നിന്നും പണം മോഷ്ടിക്കരുത് എന്നൊരു ധാർമ്മികത കള്ളന്മാർക്കിടയിലുണ്ട്. അത്തരത്തിൽ പണം മോഷ്ടിക്കുന്ന നീചരെ ശവം തൂക്ക് എന്നാണ് വിളിക്കുക. അത്തരം മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് കോൺഗ്രസ് എന്നാണ് സ്വരാജ് പറഞ്ഞത്. വയനാട് ദുരന്തം മറയാക്കി പിരിച്ചെടുത്ത പണം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കണം. അത് വയനാട്ടിൽ മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും മനുഷ്യരോട് ആകെയുമുള്ള ഒരു വെല്ലുവിളിയാണ്. കോടികളാണ് ഓരോ ദിവസവും കോൺഗ്രസ് ചെലവഴിക്കുന്നത്. റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് പണവും ഭക്ഷണവും പ്രതിഫലമായി നൽകുമെന്ന പരസ്യം വരെ അവർ ഇറക്കിയിട്ടുണ്ട്. അബദ്ധത്തിൽ പോലും സത്യം പറയാനാകാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് ദുരന്തബാധിതർക്കായുള്ള വീടിൻ്റെ നിർമ്മാണം തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഒരു പണിയും ആരംഭിച്ചിട്ടില്ല. കെട്ടിട നിർമ്മാണ അനുമതിക്കായി തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷ പോലും നൽകിയിട്ടില്ല. സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടിട്ടില്ല. കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുമില്ല. ഏത് നിറത്തിലുള്ള വർഗീയവാദികളുടെയും വോട്ട് വേണ്ടെന്നാണ് CPIMൻ്റെയും LDFൻ്റെയും നയം. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥി പിൻവാങ്ങിയത്. ലീഗ് നേതൃത്വം അഭ്യർത്ഥിച്ചാൽ പിൻവാങ്ങുന്നവരുടെ ഡീൽ ആരുമായിട്ടായിരിക്കും എന്നും കൂടെ സ്വരാജ് ചോദിച്ചിരുന്നു.